പുസ്തകങ്ങൾ നമ്മെ ചിന്തിക്കാൻ പഠിപ്പിക്കുന്നു. ചിന്തകൾ നമ്മെ കുറച്ചുകൂടി നല്ല മനുഷ്യരാക്കുന്നു. തിരുവനന്തപുരം നിയമസഭയിൽ നടക്കുന്ന കേരള ലെജിസ്ലേറ്റീവ് ഇന്റർനാഷണൽ ബുക്ക് ഫെസ്റ്റിവൽ അറിവും വായനയും ഒന്നിക്കുന്ന വേദി. ഇത് വെറും ഒരു പുസ്തകോത്സവം മാത്രമല്ല, വിദ്യാർത്ഥികളും വായനക്കാരും എഴുത്തുകാരും ചിന്തകരും ഒന്നിക്കുന്ന അറിവിന്റെ ഉത്സവം കൂടിയാണ്. ആ ഉത്സവ കാഴ്ചയിലേക്കാണ് ഞാൻ നിങ്ങളെ ഇത് കൊണ്ടുപോകുന്നത്. കമോൺ. നമുക്ക് മനുഷ്യരോട് പ്രണയം തോന്നും. ആദ്യമായിട്ടാണ് എനിക്ക് ശബ്ദത്തോട് പ്രണയം തോന്നുന്നത്. അത് മുരുകൻ കാട്ടാക്കട സാറിന്റെ ശബ്ദം കേൾക്കുമ്പോൾ നമുക്ക് അവിടെ എത്തണം. ഇപ്പൊ അവിടെ ഞാൻ നിന്നപ്പോൾ തന്നെ സാറിന്റെ ശബ്ദം കേൾക്കുമ്പോൾ എങ്ങനെയും വന്ന് കാണണം, സംസാരിക്കണം. എത്രയും വർഷത്തെ ആഗ്രഹമാണ് രേണുക എന്നുള്ള കവിതയൊക്കെ നേരിട്ട് കേൾക്കാന്നുള്ളത്. എന്തൊക്കെയാണ് പുസ്തകോത്സവത്തിന്റെ വിശേഷങ്ങൾ, പുതിയ കവിതകളെ പറ്റി ഒന്ന് സംസാരിക്കാം? തീർച്ചയായും വലിയ സന്തോഷമാണ്. അത് എൻ്റെ ഈ കവിതയെ എനിക്ക് എത്തിക്കാൻ, നിങ്ങളുടെ എല്ലാം ഹൃദയത്തിൽ എത്തിക്കാൻ ഞാൻ ഉപയോഗിക്കുന്ന എൻ്റെ മാധ്യമമാണ് എൻ്റെ ശബ്ദം. അതിൽ സന്തോഷം അങ്ങനെ പറയുന്നതിൽ. പിന്നെ പുസ്തകമേളകൾ ഇപ്പോൾ ധാരാളം കേരളത്തിൽ വരുന്നുണ്ട്. അത് വലിയ ഗംഭീരമായ ഒരു സാംസ്കാരിക മുന്നേറ്റം തന്നെയാണ്. അതൊരു സാഹിത്യ മുന്നേറ്റമാണ്, സാംസ്കാരിക മുന്നേറ്റമാണ്. കാരണം ആളുകൾ ഈ മറ്റു കാര്യങ്ങളിൽ അഭിരമിക്കുന്നവർ വൈകുന്നേരങ്ങളിലെ പുസ്തകങ്ങളെ കാണാനും ഒന്ന് തൊടാനും ഒന്ന് വേണമെങ്കിൽ ഒന്ന് വാങ്ങാനും ഒക്കെ വരികയും അവിടെ നടക്കുന്ന വർത്തമാനം കേൾക്കാൻ അതൊരു വലിയ കൾച്ചറൽ ചേഞ്ചിന് ഇടയാക്കിയിട്ടുണ്ട്. നിയമസഭാ ഉത്സവോത്സവം എന്ന് പറയുന്നത് ഗംഭീരമാണ്. കാരണം നിയമസഭയെ പൊതുജനത്തിന് തുറന്നു കൊടുക്കും. അതായത് നിയമനിർമ്മാണ സഭയെ സാധാരണ മനുഷ്യർക്കുള്ളതാണെന്നും അവിടെ ആർക്ക് വേണോ കയറാം എന്ന് ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു നിയമ നിർമ്മാണ സഭയെ മനുഷ്യർക്ക് വേണ്ടി ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നത്. അത് പുസ്തകത്തിന്റെ പേരിലാണ് ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നത്. അതിബൃഹത്തായ ഒരു പരിപാടിയാണ്. അത് ഈ വർഷം അത് ഗംഭീരമായി നടക്കുന്നു. അതാണ്. കവിതയെ സ്നേഹിക്കാം, അത് മുരുകൻ കാട്ടാക്കട സാറിന്റെ കവിതയെ സ്നേഹിക്കണം എന്നുള്ള ചോദ്യം എപ്പോഴും ഉണ്ടാവാറുണ്ട്. പുതിയ കവിതകളെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ, പുതിയ കവിത പല പരീക്ഷണങ്ങളോട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളെ ക്യാമ്പസുകളിൽ നിന്നൊക്കെ നല്ല ഗംഭീരം കവിതകൾ ഇറങ്ങുന്നുണ്ട്. അപ്പൊ അതിപ്പോ ചിലതൊക്കെ ചൊല്ലാൻ കഴിയുന്നതാണ്, ചിലത് ചൊല്ലാൻ കഴിയില്ല എന്നുള്ളതേ ഉള്ളൂ. അതിനകത്ത് നല്ലതുകൊണ്ട് ചീത്തയുണ്ട്. പക്ഷെ വായിക്കണമെന്നുള്ളതാണ് എൻ്റെ അഭ്യർത്ഥന. ഭാഷ, നമ്മുടെ മലയാള ഭാഷയിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ മക്കൾ, പുതിയ തലമുറ അന്വേഷിക്കണം. അപ്പൊ ആ അർത്ഥത്തിൽ മലയാളത്തിൽ കവിതയുണ്ടോ എന്നുള്ള അന്വേഷണം നടക്കട്ടെ. ഒരു കർഷകന്റെ ആത്മഹത്യ കുറിപ്പ്, അങ്ങനെ ഒരുപാട് കവിതകൾ സാറിന് നമുക്കത് കേൾക്കുമ്പോൾ നമുക്കത് മാറ്റാൻ തോന്നുന്നില്ല. ആ കവിത കേട്ട് 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 അങ്ങനെ ലയിച്ചിരിക്കാൻ പറ്റിയ ഒരു കവിതയാണ്. സംഗീതത്തിനെക്കാട്ട് ഉപരി ഒരു കവിത ഉണ്ടാവുമ്പോൾ പ്രേക്ഷകർക്ക് അത് വളരെ സന്തോഷമാണ് അത് കേൾക്കുമ്പോൾ. രേണുക എന്നുള്ള കവിത എഴുതിയതിന്റെ പിന്നിലുള്ള ഒരു വ്യക്തി, എനിക്കത് ക്വസ്റ്റ്യൻ എപ്പോഴും ചോദിക്കണം എന്നുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ഒരു വ്യക്തിക്ക് വേണ്ടി എഴുതിയ കവിതയാണ് അല്ല, പലതരത്തിലുള്ള ഉണ്ട്, അതുണ്ട്. അതായത് നമുക്ക് എല്ലാവർക്കും പ്രണയ നഷ്ടം എന്ന് പറയുന്നത് പല നിമിഷങ്ങളിൽ സംഭവിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലേ? അപ്പൊ അതിനെല്ലാം കൂടെ ഒരു കവിതയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചതാണ് ആ കവിത. ഒരു പ്രത്യേക ഒരു ടാർഗറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയെ കുറിച്ചുള്ളതല്ല. നമുക്ക് എല്ലാവർക്കും എന്റെ പ്രണയബോധം അതിനകത്ത് ഏതെങ്കിലും രണ്ടുപേരിൽ കാണും. വേറൊരാളിന് അത് കേൾക്കുമ്പോൾ മറ്റേതോ രണ്ടുപേരിലായിരിക്കും അവരുടെ ഒരു പ്രണയബോധം അതിനകത്ത്. അങ്ങനെ ഓർമ്മിക്കണമെന്ന് വേറൊന്നും ചെയ്യാനില്ല. അങ്ങനെ പറഞ്ഞ്, അതാണ് ഞാൻ പറഞ്ഞത്. പിന്നെ പ്രണയം നഷ്ടപ്പെടുമ്പോൾ ഇങ്ങനെ പറഞ്ഞ് പിരിയാനുള്ള ഒരു മാനസിക ആരോഗ്യം കുട്ടിയെ കൊണ്ടാവണം. ഓർമ്മിക്കുവാൻ ഞാൻ നിനക്കെന്ത് നൽകണം, ഓർമ്മിക്കണമെന്ന എന്തെങ്കിലും വീണ്ടും എവിടെ വെച്ചെങ്കിലും കണ്ടുമുട്ടാം. ഇത്രയുള്ള, അല്ലാതെ അവരോട് പ്രതികാരം ചെയ്യുക, നമ്മൾ സ്വയം ഇല്ലാതെ, അതല്ല ചെയ്യേണ്ടത്. അതാണ് ആ കവിത മുന്നോട്ട് വയ്ക്കുന്ന കാര്യം. കന്നഡ എന്നുള്ള കവിതയെ പറ്റി കന്നഡ വർത്തമാനകാലം ഇങ്ങനെ ആയാൽ പോരാ എന്ന എൻ്റെ മനസ്സിൽ നിന്നുണ്ടായ ചിന്ത, അതിനെ ഞാൻ ഒരു ചിത്രരൂപത്തിലുള്ള കവിതയാക്കിയതാണ് കന്നഡ. പുസ്തകത്തിന്റെ രചയിതാവ് അംബിക സുധൻ സാറാണ് നമ്മുടെ ഒപ്പം ഉള്ളത്. സർ, എന്തൊക്കെയാണ് പുസ്തകോത്സവത്തിന്റെ വിശേഷങ്ങൾ? പുസ്തകോത്സവം ഒരു വലിയ അത്ഭുതമാണ്. ഒരുപാട് മനുഷ്യർ വരുന്നു, പുസ്തകങ്ങൾ തൊടുന്നു, വാങ്ങുന്നു, സംഭാഷണങ്ങൾ കേൾക്കുന്നു. വലിയ കാര്യമാണ്. ഇപ്പോൾ എഴുത്തുകാരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വായനക്കാരെ കണ്ടെത്താൻ കഴിയുന്നു എന്നുള്ളതും. ഇപ്പോൾ തൊട്ടു മുമ്പൊരു പെൺകുട്ടി എൻ്റെ അടുത്ത് വന്നു. അവൾ 12 തവണ എന്മകജ വായിച്ചു എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതൊക്കെ എഴുത്തുകാരന് കിട്ടുന്ന അപ്രതീക്ഷിതമായിട്ടുള്ള, ഇന്നലെ 2-3 പേര് വന്നിട്ട് കഥകൾ വായിച്ചതിൻ്റെ അനുഭവങ്ങൾ പറഞ്ഞു. അപ്പം അങ്ങനെ ഇവിടെ വന്നു ചേരുന്ന ഓരോ എഴുത്തുകാരനും ഇത്തരം അപൂർവമായ അനുഭവങ്ങളുണ്ട്. വായനക്കാരെ കണ്ടെത്താനുള്ള, വായനക്കാർക്ക് എഴുത്തുകാരെ കാണാനുള്ള, പുതിയ പുതിയ പുസ്തകങ്ങൾ കാണാനുള്ള, ചർച്ചകളിൽ പങ്കെടുക്കാനുള്ള ഒരു മഹോത്സവമാണ്. സാഹിത്യത്തിൻ്റെ ഒരു മഹോത്സവമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്.
പുസ്തകങ്ങൾ എഴുതുന്നുണ്ടോ? അതിനെപ്പറ്റിയുള്ള വിശേഷങ്ങൾ പറയൂ. അതിൻ്റെ പുതിയൊരു പുസ്തകം വരുന്നത് കുട്ടികളുടെ നോവലാണ്. ഞാൻ മറ്റ് നോവലുകളാണ് കൂടുതൽ എഴുതിയിട്ടുള്ളത്. അത് ഉപമന്യുവിൻ്റെ കഥ എന്നാണ് പൂർണ്ണ പബ്ലിക്കേഷൻസ് പ്രസിദ്ധീകരിക്കാൻ പോകുന്ന പുസ്തകത്തിൻ്റെ പേര്. അത് മഹാഭാരതത്തിലെ ഒരു ത്രെഡ് എടുത്തിട്ട് ഒരു ഗുരുശിഷ്യ ബന്ധത്തിൻ്റെ വളരെ ഹൃദയസ്പർശിയായ ഒരു കഥ പറയാനാണ് ഞാൻ ഉപമന്യുവിൻ്റെ കഥയിലൂടെ ശ്രമിച്ചിട്ടുള്ളത്. 2 ആഴ്ച മുമ്പ് എൻ്റെ സുറുമി എന്ന് പറയുന്നൊരു കഥ ആഴ്ചപ്പതിപ്പിൽ, ദേശാഭിമാനി ആഴ്ചപ്പതിപ്പിൽ തവളകളെക്കുറിച്ചുള്ള കഥയാണ്. അപ്പോൾ അതിപ്പോൾ വളരെ ചർച്ച ചെയ്യപ്പെടുന്നൊരു കഥയായി മാറിയിട്ടുണ്ട്. പലസ്തീൻ വിഷയവും നമ്മുടെ നാട്ടിലെ തവളകളും തമ്മിൽ ബന്ധപ്പെടുത്തിക്കൊണ്ട് പറയുന്ന ഒരു വ്യത്യസ്ത ചാരുതയുള്ള ഒരു കഥയാണ്. കൃത്യമായി പൊളിറ്റിക്സ് പറയുന്ന, പരിസ്ഥിതി പറയുന്ന, സ്ത്രീ പ്രശ്നങ്ങൾ പറയുന്ന, വിവിധ മാനങ്ങളിൽ വായിക്കാവുന്ന ഒരു കഥയാണ് സുറുമി. അപ്പോൾ അതാണ് ഒരു പുതിയ കഥ. എൻഡോസൾഫാന്റെ ദുരിതങ്ങൾ കേരളക്കരയ്ക്ക് അതേപടി കാണിച്ചു കൊടുത്ത എഴുത്താണ് അങ്ങേട്. അപ്പോൾ അതിലേക്ക് നയിച്ച ഒരു റീസൺ എന്താണ്? ഇങ്ങനെ ഇതേപോലെ നമുക്ക് ഇത് ചെയ്യണം എന്നുണ്ടാക്കിയ ഒരു ചിന്താഗതി എന്താണ്? അത് എൻഡോസൾഫാൻ വിരുദ്ധ സമരത്തിൽ വർഷങ്ങളായിട്ട് പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ അത് എഴുതണം എന്ന് ഞാൻ ഒരിക്കലും കരുതുന്നില്ല. എഴുതാൻ പറ്റില്ല. കാരണം ലോകത്തിൽ നിലവിലുള്ള ഒരു ഭാഷയിലും എഴുതാൻ പറ്റില്ല. മനുഷ്യരുടെ, അമ്മമാരുടെയും കുഞ്ഞുങ്ങളുടെയും സങ്കടം ആവിഷ്കരിക്കാൻ നിലവിലുള്ള ഒരു ഭാഷ മതിയാവുകയില്ല. അപ്പം അങ്ങനൊരു വിചാരത്തോടെ എഴുതാതിരിക്കുമ്പോഴാണ് പെട്ടെന്നൊരു സാഹചര്യം ഉണ്ടാവുകയും 2006 പകുതിയിൽ എഴുതാൻ തുടങ്ങുകയും 2009 പുസ്തകമായിട്ട് വരികയും ചെയ്യുന്നത്. പക്ഷെ അത് വന്നതോടു കൂടിയിട്ട് വലിയ പ്രചാരണമുണ്ടായി, പുസ്തകത്തിന് വലിയ പബ്ലിസിറ്റി ഉണ്ടായി, ധാരാളം വായനക്കാർ തേടി വന്നു. ഞാൻ 70ഓളം ലേഖനങ്ങൾ എൻഡോസൾഫാൻ വിരുദ്ധമായിട്ട് എഴുതിയിട്ടുണ്ട്. പക്ഷേ ആ ലേഖനങ്ങൾ വായിക്കപ്പെട്ടിട്ടുണ്ടാവാമെന്നല്ലാതെ അങ്ങനെ വീണ്ടും വീണ്ടും ചർച്ച ചെയ്യപ്പെടുന്നില്ല. പക്ഷേ എൻമകജ് 27ാം പതിപ്പ് വരുന്നു, 5 ഭാഷകളിൽ അത് വരുന്നു, പാഠപുസ്തകമായിട്ട് വരുന്നു. കാണുന്ന ആളുകൾക്ക് അത് വായിച്ചിട്ട് അനുഭവം പറയുന്നു. അപ്പോൾ ലേഖനത്തിനേക്കാളും ഫിക്ഷന് ഒരു മാന്ത്രികമായ ശക്തിയുണ്ട് എന്ന് മനസ്സിലാകുന്നത് അപ്പോഴാണ്. അപ്പോൾ ഫിക്ഷൻ ശരിക്കും സമരപ്രവർത്തനമാണ്. എൻഡോസൾഫാൻ വിരുദ്ധ സമരത്തിൽ 25 വർഷമായിട്ട് സമരം ചെയ്യുന്ന ഒരാളെന്നുള്ള നിലയിൽ എൻ്റെ ഏറ്റവും വലിയൊരു സമരം എന്ന് പറയുന്നത് ഈ നോവലാണ്. ഓക്കെ, താങ്ക് യു. വളരെ സന്തോഷം. വലിയൊരു ഫാനാണ്. ഓ, സന്തോഷം. വളരെ. ചേട്ടാ, പുതിയ പുസ്തകങ്ങൾ, ഒരുപാട് പുസ്തകങ്ങൾ ഇവിടെ ഉണ്ട്. സോ ഏത് പുസ്തകം അന്വേഷിച്ചാണ് ഇവിടെ എത്തിയത്? ആ പുസ്തകങ്ങളൊക്കെ കിട്ടിയോ? നമ്മുടെ 4ാമത്തെ ഈ പുസ്തകങ്ങളെ എന്താണ് അഭിപ്രായം? ഒന്നാമത്തെ കാര്യം എല്ലാവരെയും കാണാൻ പറ്റുന്നു എന്നുള്ളതാണ് മെയിനായിട്ടുള്ള കാര്യം. ഒരുപാട് എഴുത്തുകാരെയും എല്ലാവരെയും പബ്ലിഷേഴ്സും, ഞാൻ വനിതയിലൊക്കെ ഫ്രീലാൻസ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരെയും കാണാൻ പറ്റുന്നു എന്നുള്ളതാണ്. പിന്നെ വളരെ റയറായിട്ടുള്ള പുസ്തകങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് കിട്ടാൻ പറ്റും. ഞാനിവിടെ വരുന്ന ഞാൻ ഡിസൈനറും കൂടെയാണ്. അപ്പോൾ ഒരുപാട് പുസ്തകത്തിൻ്റെ ഫ്രണ്ട് കവറുകൾ കാണാൻ പറ്റും. അപ്പോൾ ഞാൻ ഒരുപാട് പുസ്തകങ്ങളുടെയൊക്കെ ഫ്രണ്ട് കവറുകൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും പുസ്തകത്തിൻ്റെ ഫ്രണ്ട് കവർ എനിക്ക് തോന്നുന്നു വേറെ ഒരിടമൊന്നും കിട്ടില്ല. അതൊക്കെ ഒരുപാട് ഇൻസ്പിറേഷനാണ്. പിന്നെ കുറച്ച് പുസ്തകങ്ങൾ വാങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ കൂടുതൽ എൻ്റെ ഫ്രണ്ട് ഇങ്ങനെ സിനിമ തിരക്കഥ എഴുതണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ വന്നാൽ ഇവിടെ ഒരുപ്പെട്ട എല്ലാം ഇവിടെ ഉണ്ടാവുമെന്ന് പറഞ്ഞു. കാരണം വാങ്ങാണ്. വേറെ സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇത്രയും പബ്ലിക്കേഷൻസ് ഇവിടെ ഉണ്ടെന്നുള്ളത് നമ്മളെ എല്ലാവരും നമുക്ക് തന്നെ വണ്ടറിങ് ആണ്. എന്ന് വെച്ചാൽ ഇത്രയും ചെറിയൊരു സ്റ്റേറ്റിൽ ഇത്രയും വേറെ അതെ ഇത്രയും അവൻ തന്നെ പറഞ്ഞോളൂ, ഇത്രയും ഇതിവിടെ ഉണ്ടായിരുന്നു, ഇത്രയും ആളുകൾ വായിക്കുന്നവരുണ്ട്. അതൊക്കെ ഇവിടെ വരുമ്പോൾ വല്ലാത്തൊരു അനുഭവമാണ്. അടിപൊളി. 4ാം വന്ന അടിപൊളി. എല്ലാ വർഷവും ഇതേപോലെ അടിപൊളിയായിട്ട് ഞാൻ എല്ലാ വർഷവും വരാറുണ്ട്. ഇത്തവണ വ്യത്യസ്തമായിട്ട് ഞാനിപ്പോൾ ഒന്നാമത് സ്റ്റാൾ ഇപ്പോൾ ഒരു റൗണ്ട് കറങ്ങി വന്നിട്ടേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു പ്രോഗ്രാംസ് ഒക്കെ കുറച്ചും കൂടെ എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാംസ് കഴിഞ്ഞ വർഷത്തേക്കാളും കൂടുതലുണ്ടെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടെ ജനകീയമാക്കാനുള്ളതായിരിക്കാം. പക്ഷേ എനിക്ക് തോന്നുന്നു ഇത്രയും ജനകീയ പരിപാടികളൊന്നും മെഗാ ഷോകളൊന്നും കഴിഞ്ഞ തവണ ഇല്ലായിരുന്നു. കഴിഞ്ഞ തവണയൊക്കെ എനിക്ക് തോന്നുന്നു കൂടുതൽ ചാറ്റും അങ്ങനെയൊക്കെ ഉള്ള പരിപാടികളൊക്കെ ആയിരുന്നു. ഞാൻ 1-2 പരിപാടിയൊക്കെ കണ്ടായിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു ഇത്തവണ കുറച്ചും കൂടെയൊക്കെ മെഗാ ഷോയും പരിപാടിയും അത് ഇതിനെ ഒരു ഭയങ്കരമായിട്ടൊരു ആളുകളെ ഇത് മാറ്റാതെ ഇതിൻ്റെ ഒരു സംഭവം നിലനിർത്തിപ്പോയാൽ അടിപൊളിയായിരുന്നു. എനിക്കൊന്ന് കഴിഞ്ഞ വർഷമൊക്കെ ഈ വായനയും പുസ്തകവും ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു. അത് കുറച്ചും കൂടെ കൊടുത്തിരുന്നു. അതേ കണക്ക് തന്നെ പോകുന്നതാണ് കുറച്ചും കൂടെ നല്ലത്. ഒരുപാട് മെഗാ ഷോസുകളൊക്കെ ഉണ്ടല്ലോ, എന്നാലും മോശമൊന്നല്ല, എന്നാലും ആളുകൾ എത്തുള്ളൂ. അതൊരു സത്യമാണ്. ആളുകൾ വരണമല്ലോ. അതും ഇതിനകത്ത് വരുന്ന എല്ലാവരെയും ഇതിനകത്ത് കൊണ്ടുവരണമല്ലോ. നമ്മളിപ്പോൾ ഇതിനകത്തിപ്പോൾ ഞാൻ ഇന്നലെ ഇവിടെ വന്നായിരുന്നു. അപ്പോൾ ഇന്നലെ വന്നപ്പോൾ എൻ്റെ കൂടെ വന്ന ഇതുവരെ പുസ്തകം വായിക്കാത്ത ഒരാൾ പോലും 3 പുസ്തകം വായിച്ചു. വായിക്കുന്നേക്കാൾ അവർ വായിക്കാൻ പറ്റുന്നുണ്ടല്ലോ. അതാണ്.
ഫേവറേറ്റ് ബെന്യാമിൻ്റെ പുസ്തകം എനിക്ക് അങ്ങനെ ഫേവറേറ്റ് ഓതർ എന്ന് പറഞ്ഞ ഒരാളെ പറയാൻ പറ്റത്തില്ല. MN വിജയൻ്റെ കുറേ പുസ്തകങ്ങളൊക്കെ എനിക്ക് ഇഷ്ടം. ഞാൻ കുറേ എണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. MN വിജയൻ്റെ കുറച്ച് പ്രസംഗങ്ങളും കുറച്ച് റൈറ്റിങ്സൊക്കെ ഇഷ്ടമാണ്. ഏത് പുസ്തകം അന്വേഷിച്ചാണ് ഇവിടെ എത്തി? ഇന്നിവിടെ വന്നത് ഞാൻ നമ്മുടെ നാട്ടിലുള്ളൊരു പുള്ളി എഴുതിയൊരു പുസ്തകത്തിൻ്റെ അതുണ്ടായിരുന്നു. പിന്നെ KR മീരയുടെ 2 പുസ്തകം ഉണ്ടായിരുന്നു. പിന്നെ അതാണ്ട് ഈ പുസ്തകം ഇതൊക്കെ. ചേട്ടൻ എഴുതാറുണ്ടോ? ഇല്ലില്ല, ചുമ്മാ സോഷ്യൽ മീഡിയയിലേക്ക് ഇട്ടുന്നു. ചേട്ടാ 4 വർഷമായിട്ട് ഈ പുസ്തകങ്ങൾ ഇവിടെ കണ്ടിന്യൂസ് ആയിട്ട് വരണം. ഇവിടെ സ്ഥിരം വരാറുണ്ടോ? ഏത് പുസ്തകം അന്വേഷിച്ചാണ് ഇന്ന് ഇവിടെ എത്തിയത്? ഞാൻ കഴിഞ്ഞ വർഷമാണ് ആദ്യമായിട്ട് വന്നത്. ഞാൻ ഒരു പർട്ടിക്കുലർ പുസ്തകം അന്വേഷിച്ചല്ല, ഇല്ലാത്ത ഏതെങ്കിലും നോട്ട് ക്യാച്ച് ചെയ്യുന്ന പുസ്തകം ഉണ്ടെങ്കിൽ സെലക്ട് ചെയ്യാൻ. ലാസ്റ്റ് വായിച്ച ബുക്ക് ഏതാ? ഇപ്പം ലാസ്റ്റ് വായിച്ചത് ഇതാണ്, ഉറക്കപ്പിശാച്. അതിന്റെ ഒരു സ്റ്റോറി ഒന്ന് പറയാമോ? ഉറക്കപ്പിശാച് എന്ന് ഒരാൾ